മമ്മൂട്ടിയുടെ ടർബോ കണ്ടു. പുലിമുരുകനിലൂടെ ഫേമസായ വൈശാഖ്, പിന്നീട് വന്ന 3 പൊട്ട സിനിമകൾക്ക് ശേഷം മധുരരാജ മമ്മൂട്ടിയെ വെച്ചെടുത്ത ആവറേജ് ഹിറ്റായിരുന്നു തോന്നുന്നു. നൈറ്റ് ഡ്രൈവ്, മോൺസ്റ്റർ എന്നിവ തീരെ മോശം സിനിമകളും കഴിഞ്ഞ് വൈശാഖ് വീണ്ടും മിഥുൻ മാനുവൽ ദിവസമായി ചേർന്ന് പിടിക്കുക സിനിമയാണ്. മിഥുൻ മാനുവൽ ആട്ടെ 5-ാം പതിരായി എന്ന സൂപ്പർ ഹിറ്റിന് ശേഷം പിന്നെ വന്നത് ഗരുഡനാണ്. തിരക്കേടില്ലാത്ത കഥയായിരുന്നു, സ്ക്രിപ്റ്ററായിട്ട് വന്നത്. പിന്നീട് വന്നത് ഫിനിക്സ്, കഥ എന്ന നിലയിൽ തിരക്കേടില്ലായിരുന്നു. പിന്നീട് വന്ന് ഓസ്കർ ഡയറക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം വന്നതാണ് ഈ ടർബോ. മമ്മൂട്ടി ഒരു നാട്ടുംപുറത്ത് ജീവിക്കുന്ന ഒരു കഥാപാത്രം, അതായത് കോട്ടയം കുഞ്ഞച്ചൻ സ്റ്റൈലിൽ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ക്രിസ്ത്യൻ കഥാപാത്രം, പള്ളി, പെരുന്നാൾ, മമ്മൂട്ടീനെ പേടിപ്പിക്കുന്ന ഒരു അമ്മച്ചി, എന്തിനും പോകുന്ന ഒരു കലിപ്പൻ ഒരു ക്രിസ്ത്യൻ അമ്മച്ചി, കാഞ്ഞിരപ്പള്ളി ഡയലോഗ്, എന്തോ അടവുവേ, അന്നടവുവേ, ആണോടവുവേ, അല്ലാന്നേ എന്നൊക്കെയുള്ള ഡയലോഗ്. അമ്മച്ചി പതിവ് പോലെ എന്തിനും പോകുന്ന അമ്മച്ചി. അങ്ങനെ കടന്നു പോകുന്ന മമ്മൂട്ടിയുടെ ജീവിതത്തിലേക്ക് ഇദ്ദേഹത്തിന് ടർബോ എന്നുള്ള പേരെന്താണെന്നോ ഒരു ജീപ്പുണ്ടെന്നുള്ളതല്ല, എൻ്റെ അപ്പുറത്തേക്ക് മറ്റൊരു വിശദീകരണമില്ല. എന്തോ ആട്ടെ. ഇപ്പോൾ കോട്ടയം കുഞ്ഞച്ചന് കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പേര് വീഴാൻ കാരണമാണ് കോട്ടയം കുഞ്ഞച്ചനും അറിയില്ല, കോട്ടയത്ത് നിന്ന് വന്നു എന്നുള്ളത് മാത്രം നമുക്കറിയാവുള്ളൂ. എന്ന് പറഞ്ഞ പോലെ ടർബോ എന്നൊരു പേരുമുണ്ട്. ഈ ടർബോയെ കാണിക്കുമ്പോഴും ബ്രും ബ്രും എന്നുള്ളൊരു സൗണ്ടും കേൾപ്പിക്കുന്നുണ്ട്, ടർബോയുടെ സൗണ്ട്. എന്തൊക്കെയായാലും കുറേ ചെറുപ്പക്കാർ കൂട്ടുകാരിൽ ഒരാളുടെ കല്യാണം സംബന്ധിച്ച് അയാൾക്ക് ഒരാളുടെ ഒരു പെൺകുട്ടിയുടെ പ്രേമമാണ്. അവൻ ക്രിസ്ത്യാനിയാണ്. നായർ തറവാട്ടിൽ നിന്നുള്ള പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പോയിട്ട് അവർ സമ്മതിക്കാതെ മമ്മൂട്ടിയെ പെണ്ണിനെ തട്ടിക്കൊണ്ടുവരുന്ന പെൺകുട്ടി കൊണ്ട് മമ്മൂട്ടി ഇവരെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവൻ കാമുക ഒഴിയുകയാണ്. മമ്മൂട്ടിക്കപ്പോൾ എങ്ങോട്ടും പോകാൻ മാർഗ്ഗമില്ലാതെ, ഈ പെണ്ണിനെ എങ്ങോട്ടും കൊണ്ടുപോകാൻ മാർഗ്ഗമില്ലാതെ വരികയാണ്. വീട്ടിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കും അമ്മച്ചി തെറി പറയുന്നു. പറഞ്ഞില്ല, ബിന്ദു പണിക്കരാണ് അമ്മച്ചി വേഷത്തിൽ വന്നിരുന്നത്. അപ്പോൾ ഒരുമാതിരി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണുള്ളത്. അമ്മച്ചി വീട്ടിലേക്ക് കയറ്റുന്നില്ല. ഉടനെ പെണ്ണിനോട് ചോദിക്കുന്നു, നിനക്ക് എങ്ങോട്ട് പോകണം? പെണ്ണ് പറഞ്ഞു, എനിക്ക് ചെന്നൈക്ക് പോകണം, അവിടെ എൻ്റെ ജോലി എന്ന് പറയുന്നു. മമ്മൂട്ടി പറഞ്ഞാൽ ചെന്നൈക്കുള്ള വണ്ടിയിൽ കയറ്റി വിടും. തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അമ്മച്ചി പറയുന്നു, ആ പെണ്ണില്ലാതെ ഈ വീട്ടിലേക്ക് പെണ്ണെ അവളെ വീട്ടിൽ കൊണ്ടു വിടണം എന്നുണ്ട്. ബിന്ദു പണിക്ക് വീണ്ടും കിടന്നു പോകണം. മമ്മൂട്ടി അപ്പം തന്നെ തിരിച്ച് ചെന്നൈക്ക് വിടുകയാണ്. പെണ്ണിൻ്റെ വണ്ടി തടഞ്ഞു നിർത്തി അതിൽ കയറി ചെന്നൈക്ക് ചെല്ലുന്നു. പിന്നെ അവിടെ ചെന്ന് പിന്നെ പെണ്ണിനെ മമ്മൂട്ടി ഏറ്റെടുക്കുന്നു. ആ പെൺകുട്ടിയുടെ പ്രശ്നങ്ങൾ മമ്മൂട്ടിയുടെ പ്രശ്നമായി മാറുന്നു. പിന്നെ ചെന്നൈയിലെ വലിയ അണ്ടർവേൾഡ് കിങ്, അത് ഒരു ഷെട്ടി ഉണ്ടല്ലോ, കന്നഡയിൽ നിന്ന് വരുന്ന ആ കഷണ്ടിയുള്ള ഷെട്ടി, ഈ ഷെട്ടിയാണ് വില്ലനായിട്ട് വരുന്നത്. പിന്നെ അങ്ങോട്ട് ചോരക്കളി തുടങ്ങുകയാണ്. മമ്മൂട്ടി അവരെ തട്ടിക്കൊണ്ട് പോകുന്നു, മമ്മൂട്ടിയുടെ ആളുകളെ അവർ തട്ടിക്കൊണ്ട് പോകുന്നു. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാറ്റ് ആൻഡ് മൗസ് കളിയാണ് ഇൻട്രോന് ശേഷം. ആക്ഷൻ സീനുകളെല്ലാം മനോഹരമായി ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടി എല്ലാവരും പറയുന്ന പോലെ മമ്മൂട്ടിയുടെ കളിയൊക്കെ 72 വയസ്സ് എന്ന് പറയും. മമ്മൂട്ടിയുടെ വയസ്സനാകാൻ എല്ലാവരും നോക്കുകയാണെങ്കിലും 72 വയസ്സുകാരൻ്റെ അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു ആക്ഷൻ സീനുകളിൽ. എന്നാൽ സിനിമയിൽ കഥയില്ല. സ്ഥിരം ടെംപ്ലേറ്റിൽ 2000-ന് ശേഷം ഇങ്ങോട്ട് ഒരിക്കലും വിജയിച്ചിട്ടില്ലാത്തൊരു ടെംപ്ലേറ്റിൽ വെച്ച് ഒരു കഥ ഉണ്ടാക്കി അതിൻ്റെ അകത്തേക്ക് മമ്മൂട്ടിനെ അഭിനയിപ്പിച്ച് നിങ്ങളൊക്കെ സമ്മതിക്കണം. ഒരു നല്ല കഥയുണ്ടായിരുന്നെങ്കിൽ ഈ ടീമിന് ഒരു നല്ല ഒരു മൂവി ഉണ്ടാക്കി എടുക്കാമായിരുന്നു തീർച്ചയായിട്ടും. മുണ്ടെടുക്കുന്ന ക്രിസ്ത്യൻ അച്ചായൻ, കൽപ്പന അമ്മച്ചി, കള്ളുകുടി, കുറേ കൂട്ടുകാർ, പള്ളിപ്പെരുന്നാൾ, അച്ഛൻ വന്ന് വഴക്കുറയുന്നു, പള്ളിയിലച്ഛൻ വഴക്കുറയുന്ന പള്ളിയിലച്ഛൻ, ഇങ്ങനെ ഒരേ ടെംപ്ലേറ്റ്. എത്ര കാലം ഇനി മമ്മൂട്ടിയുടെ അവസാനത്തെ ഈ അച്ഛൻ കഥാപാത്രമായിരിക്കും ഇത് എന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. ഇനിയും ഇങ്ങനെ മമ്മൂട്ടിയുടെ എത്ര അച്ഛന്മാരുടെ കഥാപാത്രങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഇത് വന്നുകൊണ്ടേയിരിക്കും, വന്ന് ചെളിയിൽ പോയിക്കൊണ്ടേയിരിക്കും, ഒരിക്കലും തീരില്ല. കാരണം കോട്ടയം കൊഞ്ചിന് ഇറങ്ങിയിട്ട് 20 വർഷങ്ങളിലോട്ടുണ്ടാവും, അത് കൂടുതലായിട്ടുണ്ടാവും. ഇനി ആ ഒരു ഹിറ്റ് വീണ്ടും സൃഷ്ടിക്കാനാണ് മൂട്ടി നോക്കുന്നത്. പക്ഷേ ആ കാലം കടന്നുപോയി. അത്തരത്തിൽ കഥയെഴുത്തുകാർ കടന്നുപോയി. അത്തരം കഥകളിലെല്ലാം ഹീറോയിസം അല്പം കുറച്ച്, അല്പം കോമഡിക്ക് പ്രാധാന്യം കൊടുത്ത് ഒന്ന് ചമ്മാൻ മടിയില്ലാത്ത നായകനും ഒക്കെ ആയിരുന്ന ആ കാലത്ത് നിന്ന് മാറി ഇപ്പോൾ മമ്മൂട്ടിയെ ഒരു വലിയ സ്റ്റാർ എന്നുള്ള നിലയ്ക്ക് അങ്ങ് മുകളിൽ പ്രതീക്ഷിച്ച് അദ്ദേഹത്തെ ഉയർത്തി കാട്ടാൻ വേണ്ടി കാണിക്കുന്ന കുറേ ഗിമിക്കുകൾ കൊണ്ട് മാത്രം ഒരു കഥ ഒരിക്കലും സൃഷ്ടിക്കാൻ സാധിക്കില്ല. അതായത് ഇവർ ശ്രമിക്കുന്നത് ഒരു കഥയിലേക്ക് മമ്മൂട്ടിയെ കൊണ്ടല്ല, മമ്മൂട്ടിക്ക് ചുറ്റും ഒരു കഥയുണ്ടാക്കി അതിലേക്ക് മമ്മൂട്ടീനെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്തരം സിനിമകളൊന്നും ഒരിക്കലും രക്ഷപ്പെടുകയോ, ആദ്യം 1-2 ദിവസത്തെ ഓളം ഉണ്ടാക്കി, ഒരാഴ്ചത്തേക്ക് ഓളം ഉണ്ടാക്കിയേക്കാം.
കോസ്റ്റ് നേടിയേക്കാം, റൈറ്റുകളും OTT ഉള്ള മണിയൊക്കെ ആയിട്ട് പൈസ അല്പം ലാഭം സൃഷ്ടിക്കാം. പക്ഷേ ഒരിക്കലും ഇതെല്ലാം ഒരു പുലിമുരുകൻ പോയെന്ന പോലെ ഒരു ബമ്പർ ഹിറ്റായിട്ട് മാറി ഒരു ചരിത്രം സൃഷ്ടിക്കാൻ ഇത്തരം ഗെയിമുകളെ കൊണ്ട് ഒരിക്കലും കഴിയില്ല. ഇനി എടുത്തു പറയേണ്ടത് ഇതിലെ നായികയെക്കുറിച്ചാണ്. അഭിനയിക്കാൻ ഒരു കുന്തവും അറിയില്ല. കണ്ണും മിഴിച്ച് തൊണ്ടയും വീർപ്പിച്ച് ഒരേ ഭാവത്തിൽ കരഞ്ഞാലും ചിരിച്ചാലും. അതിൽ നായകൻ പഴയ കാമുകൻ മരിച്ചു പോകുന്നൊരു സീനുണ്ട്. ആ സീനിൽ അഭിനയിക്കുമ്പോൾ ഇത് പഴയ കാമുകനാണെന്ന് അവർക്കറിയില്ല. കാരണം അവർ മമ്മൂട്ടിയുടെ നായികയാണെന്നുള്ളതാണ് അവരുടെ മനസ്സിൽ. ഇത് പഴയ കാമുകനാണ് മരിച്ചു കിടക്കുന്നതെന്ന് പോലും അഭിനയിക്കാനുള്ള ബോധം അവർക്കില്ല. അവരുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല. പേര് ഞാൻ നോക്കിയില്ല, കാരണം നോക്കേണ്ട ആവശ്യമില്ല. ഇനി അവരെ സിനിമയിൽ കാണാൻ പോകുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. എന്തായാലും ഓൺലൈൻ കൊള്ളൂത്തുകാരുടെ സപ്പോർട്ട് കൊണ്ട് ആദ്യ ഒരാഴ്ച എല്ലായിടത്തും ഇത് ശ്രദ്ധിക്കപ്പെടും എന്നുറപ്പ്. എന്നാൽ അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ അല്ലെങ്കിൽ അടുത്ത സിനിമ റിലീസാവുന്നതോടുകൂടി ഈ സിനിമ വാഷ് ഔട്ടായി പോകുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ആരും തിയേറ്ററിലേക്ക് ഓടിപ്പോകണ്ട. 1 മാസത്തിനുള്ളിൽ ഇത് OTTയിൽ വന്നിരിക്കും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും മമ്മൂട്ടിയുടെ പടം പൊട്ടി എന്നുള്ളത് ആരാധകരും സമ്മതിക്കില്ല, ഓൺലൈൻ സപ്പോർട്ടേഴ്സും സമ്മതിക്കില്ല. ഒരിക്കലും ഇതൊരു പരാജയമായിട്ട് വരെ ഇരുത്തപ്പെടുകയുമില്ല. ഇനി ഇതിൻ്റെ DOP, വസ്ത്രാലങ്കാരം, എഡിറ്റിംഗ്, മ്യൂസിക് ഇതിനെപ്പറ്റി ഒന്നും അഭിപ്രായം പറയുന്നില്ല. കാരണം ചത്ത കുഞ്ഞിന് എന്തിനാണ് ജാതകം നോക്കുന്നത്?